ഏവർക്കും ആസാദ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഓണാശംസകൾ. മുത്തങ്ങ സമരം കേരള ചരിത്രത്തിന്റെ സുവർണരേഖയിൽ എഴുതപ്പെടേണ്ട ഒരു വലിയ സമര മുന്നേറ്റമായിരുന്നെന്നും മുത്തങ്ങ സമരത്തെ മറ്റു കുറ്റകൃത്യങ്ങളെ കാണുന്നത് പോലെയുള്ള കുറ്റകൃത്യമായി കാണരുതെന്നും വെൽഫെയർ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഷംസീർ ഇബ്രാഹിം. നിങ്ങൾ വെറുതെ പരിശോധിച്ച് നോക്കുക. മുത്തങ്ങ വിധി കേരളത്തിൽ വന്നിട്ട്, മുത്തങ്ങ എന്ന് പറഞ്ഞ ചില്ലറ സംഗതിയല്ലല്ലോ. CK ജാനുവിന്റെയും M ഗീതാനന്ദന്റെയും നേതൃത്വത്തിൽ ആദിവാസികൾ സംഘടിച്ചിട്ട് അവർക്ക് ഭൂമി കൊടുക്കാമെന്നേറ്റ അന്നത്തെ സർക്കാർ അവരുടെ വാഗ്ദാനം ലംഘിച്ചപ്പോൾ മറ്റൊരു വഴിയുമില്ലാതെ കേരളത്തിൽ ഐതിഹാസികമായ, കേരളത്തിന്റെ ചരിത്രത്തിൽ സുവർണരേഖയിൽ എഴുതപ്പെടുത്തപ്പെടേണ്ട ഒരു വൻ സമരമുന്നേറ്റം വയനാട് ജില്ലയിലെ മുത്തങ്ങയുടെ കാട്ടിനകത്ത് ആദിവാസികൾ നടത്തിയപ്പോൾ അതിനെ അന്നത്തെ UDF സർക്കാർ വളരെ ഭീകരമായി നേരിട്ടു, അതിഭീകരമായി നേരിട്ടു, പോലീസ് സേന ഉപയോഗിച്ചു. അതിന്റെ പേരിൽ നടന്ന നിയമ നടപടിക്രമങ്ങൾ വർഷങ്ങൾ പിന്നിട്ടിട്ട് ഗീതാനന്ദൻ അടക്കമുള്ള ആളുകൾ ശിക്ഷിക്കപ്പെട്ടു. എന്നാൽ അതേസമയം ആദിവാസിയായ ജോഗി അതേ മുത്തങ്ങ സംഘർഷത്തിൽ കൊല്ലപ്പെട്ടിട്ട് അതിന്റെ നിയമ നടപടിക്രമങ്ങൾ എവിടെയും എത്തിയിട്ടില്ല എന്ന മറ്റൊരു വൈരുദ്ധ്യം അപ്പുറത്ത്. മഹാത്മാ അയ്യങ്കാളിയും ശ്രീനാരായണ ഗുരുവുമെല്ലാം നടത്തിയ നവോത്ഥാന മുന്നേറ്റങ്ങളുടെ പട്ടികയിൽ ആധുനിക കേരളത്തിന്റെ ചരിത്രത്തിൽ പെടുത്തേണ്ടതാണ് മുത്തങ്ങ സമരം. അതിന്റെ നിയമ നടപടിക്രമങ്ങൾ വർഷങ്ങൾ പിന്നിട്ട് ഗീതാനന്ദൻ അടക്കമുള്ള ആളുകൾ ശിക്ഷിക്കപ്പെട്ടു. അതേസമയം അതേ സമരത്തിൽ ആദിവാസിയായ ജോഗി കൊല്ലപ്പെട്ടതിൽ ഇതുവരെ അന്വേഷണം പൂർത്തിയാക്കിയിട്ട് പോലുമില്ല എന്നത് ആദിവാസികളോട് പുലർത്തുന്ന വിവേചനപരമായ സമീപമാണെന്നും അദ്ദേഹം പറഞ്ഞു. വെൽഫെയർ പാർട്ടി വെട്ടത്തൂർ പഞ്ചായത്ത് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഷംസീർ ഇബ്രാഹിം. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫഹീം ഇർഫാൻ അധ്യക്ഷത വഹിച്ചു. പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം സനൽകുമാർ, പ്രവാസി വെൽഫെയർ ഫോറം സംസ്ഥാന കൺവീനർ ജാബിർ വടക്കങ്ങര, മണ്ഡലം പ്രസിഡന്റ് A അദീഖ്, അസ്ലം കല്ലടി, KP മനാഫ് എന്നിവർ സംസാരിച്ചു. പാർട്ടിയുടെ 2 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് സെക്രട്ടറി അമീൻ ശാന്താപുരവും വരവ് ചെലവ് റിപ്പോർട്ട് ട്രഷറർ KP യൂസുഫ് മാസ്റ്ററും അവതരിപ്പിച്ചു. ഇക്കഴിഞ്ഞ കർഷക ദിനത്തിൽ മികച്ച SC കർഷകനായി ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുത്ത KV ചന്തുവിനെയും മികച്ച നെൽ കർഷകനായി തിരഞ്ഞെടുത്ത കൊടുവയ്ക്കൽ വിജേഷിനെയും യോഗത്തിൽ ഉപഹാരം നൽകി ആദരിച്ചു. പാർട്ടിയുടെ പുതിയ പഞ്ചായത്ത് ഭാരവാഹികളായി അസ്ലം കല്ലടി പ്രസിഡന്റ് M നൂർജഹാൻ, സെക്രട്ടറി KP യൂസഫ് മാസ്റ്റർ, ട്രഷറർ T അമീൻ, VK ഷാഹിന, വൈസ് പ്രസിഡന്റുമാർ KP മനാഫ്, P നുസൈബ, ജോയിന്റ് സെക്രട്ടറിമാർ എന്നിവർ തെരഞ്ഞെടുക്കപ്പെട്ടു. KP യൂസഫ് നാസർ സ്വാഗതവും M നൂർജഹാൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 99. ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട്. അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും. ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.